കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഷുറൻസ് എന്താണ് എന്ന് പഠിച്ചു. ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസും പഠിച്ചു. പിന്നെ നമ്മൾ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. വ്യത്യസ്ത തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഇൻഷുറൻസസ് ആണുള്ളത്. ലൈഫ് ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ് ആൻഡ് മറൈൻ ഇൻഷുറൻസ്. അതിൽ ആദ്യത്തെ ടൈപ്പാണ് നമ്മളിന്ന് പഠിക്കുന്നത്, ലൈഫ് ഇൻഷുറൻസ്. സോ ലൈഫ് 2 തരത്തിൽ നമുക്ക് ലൈഫിൽ റിസ്ക് ഉണ്ട്. നമുക്ക് ബിസിനസ്സിൽ മൊത്തം നമുക്ക് പറഞ്ഞ് ബിസിനസ് ഈ ഹാസ് മെനി റിസ്ക്സ്. ലാഭം കുറഞ്ഞു പോകാം, ചിലപ്പോൾ നഷ്ടം വരാം, തീപിടുത്തമുണ്ടാകാം, മോഷണം നടക്കാം, എംപ്ലോയീസിൻ്റെ നെഗ്ലിജൻസ് ഉണ്ടാകാം. ഇത്തരത്തിൽ ബിസിനസ്സിന് ധാരാളം റിസ്ക് ഉണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഒക്കെ ലൈഫ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് 2019 ഈ കൊറോണ എന്ന മഹാമാരി പടർന്നു പിടിക്കുന്നത്. ഇന്ന് 2021 നമുക്ക് ഇതിൽ നിന്നും ഒരു മോചനം ആയിട്ടില്ല. പൂർണ്ണമായും ഇത് കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്യുന്നത്. ഇനിയൊരു 3ാം തരംഗം ഉണ്ടാകും എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ കരുതൽ എടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. പുറത്തിറങ്ങി സമൂഹമായിട്ട് കളിക്കുന്നതും മറ്റ് വിനോദ പരിപാടികളൊക്കെ ഒഴിവാക്കി നമ്മുടെ കുടുംബാംഗങ്ങളുമൊത്ത് നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിതം ആയിട്ട് നമ്മളെ ഒതുക്കിക്കൂട്ടിയ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ നമുക്ക് ലൈഫ് വളരെ റിസ്ക്കിയാണ്. ചിലർ പെട്ടെന്ന് മരിച്ചു പോകുന്നവരുണ്ട്. ഒരു കുടുംബത്തിലെ ഏണിംഗ് മെമ്പർ അപ്രതീക്ഷിതമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് മരണപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ മറ്റ് കുടുംബാംഗങ്ങൾക്ക് അത് തീരാ നഷ്ടമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ മരണം മൂലമുള്ള നഷ്ടം നമുക്കൊരിക്കലും നികത്താൻ കഴിയില്ല. പക്ഷേ ആ വ്യക്തിയുടെ മരണം കൊണ്ട് ഉണ്ടായ സാമ്പത്തികമായ ഒരു ബാധ്യതയ്ക്ക് അതിന് നമുക്ക് ഇൻഷുറൻസ് പോളിസിയിലൂടെ ഒരു പരിഹാരം കാണാൻ കഴിയും. ഇതുപോലെയാണ് അപ്രതീക്ഷിതമായ ഡെത്ത് പോലെ തന്നെയാണ് ലിവിങ് ടു ലോങ്. വളരെ കാലം, ഒരു 90 വയസ്സ് വരെ 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുക നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, ദീർഘകാലം ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ദീർഘകാലം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് ചിലവ് കഴിയാനുള്ള പണം കിട്ടണം. അത് എവിടുന്ന് കിട്ടും? നമ്മളൊന്നുകിൽ നമ്മുടെ മക്കളെ ആശ്രയിക്കണം, അല്ലെങ്കിൽ കൊച്ചുമക്കളെ ആശ്രയിക്കണം. അപ്പോൾ ഈ ലിവിങ് ടു ലോങ്, വളരെ ദീർഘകാലം ജീവിച്ചിരുന്നാൽ അതിനെ കവർ ചെയ്യാനും ഇൻഷുറൻസ് പോളിസികൾ ഉണ്ട്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അൺസർട്ടനിറ്റി ഓഫ് ലൈഫ്. ഇത്തരത്തിൽ ലൈഫുമായി ബന്ധപ്പെട്ട അൺസർട്ടനിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലൈഫ് ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. So let's see the meaning or definition of life insurance. Life insurance is defined as a contract. Okay, it is a contract in which the insurer, in consideration of a certain premium, ഈ പ്രീമിയം കൊടുക്കുന്നത് ഒന്നുകിൽ ഒന്നിച്ചു കൊടുക്കാം, ലംസം, അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്, അല്ലെങ്കിൽ ക്വാർട്ടർലി 3 മാസം കൂടുമ്പോൾ അടയ്ക്കാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പ്രീമിയം അടയ്ക്കാം. ഓക്കെ, അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് മേ ബി ഡിഫൈൻഡ് ആസ് എ കോൺട്രാക്ട് ഇൻ വിച്ച് ദ ഇൻഷുറർ, ഇൻ കൺസിഡറേഷൻ ഓഫ് എ സർട്ടൻ പ്രീമിയം, എയ്തർ ഇൻ ലംസം ഓർ ബൈ അതർ പീരിയോഡിക്കൽ പേയ്മെൻറ്റ്സ്, എഗ്രീസ് ടു പേ ദി അഷ്വേർഡ് or to the person for whose benefit the policy is taken. ഇൻഷുറൻസ് കമ്പനി എന്താണ് ചെയ്യുന്നത്? അവർ ദേ എഗ്രി ടു പേ ദ അഷ്വേർഡ്, ആ അഷ്വർ ചെയ്തിരിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ദ പേഴ്സൺ ഹൂസ് ബെനിഫിറ്റ്, ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണോ പോളിസി ചെയ്തിരിക്കുന്നത് അവർക്ക് ദ സം അഷ്വേർഡ് സം ഓഫ് മണി ഓൺ ദി ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് ഇവൻറ്റ് കണ്ടിൻജൻ്റ് ഓൺ ഹ്യൂമൻ ലൈഫ് ഓർ അറ്റ് ദി എക്സ്പയറി ഓഫ് എ സർട്ടൻ പീരിയഡ്. ഒരു ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറർ ഒരു അഷ്വേർഡും തമ്മിലുള്ള കോൺട്രാക്റ്റാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഈ കോൺട്രാക്റ്റിൽ എന്താണ് പറയുന്നത്? ദർ ഇസ് എ പ്രീമിയം കൺസിഡറേഷൻ കോൾഡ് പ്രീമിയം. ഈ പ്രീമിയം അടയ്ക്കുന്നത് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ ലംസം ഒന്നിച്ച് പ്രീമിയം അടയ്ക്കാം. ദെൻ വാട്ട് ദ ഇൻഷുറൻസ് കമ്പനി അഗ്രീസ്, ഇൻഷുറൻസ് കമ്പനി എന്താണ് അഗ്രി ചെയ്യുന്നത്?
ദേ എഗ്രി ടു പേ ദി അഷ്വേർഡ്, ഈ അഷ്വേർഡിന് അല്ലെങ്കിൽ ആരുടെ ബെനിഫിറ്റിനാണോ ആർക്ക് വേണ്ടിയാണോ പോളിസി എടുത്തിരിക്കുന്നത് അവർക്ക്, ദേ എഗ്രി ടു പേ ദി അഷ്വേർഡ് സം ഓഫ് മണി. നമ്മൾ പോളിസി എടുക്കുമ്പോൾ തന്നെ എത്ര രൂപയ്ക്കുള്ള പോളിസിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോളിസി എടുക്കുക. അതായത് 2 ലക്ഷം രൂപയുടെ പോളിസി അല്ലെങ്കിൽ 3 ലക്ഷം രൂപയുടെ, ഓരോരുത്തരുടെയും സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് പ്രീമിയം അടയ്ക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ചാണ് ഓരോരുത്തരും പോളിസി എടുക്കുക. അപ്പോൾ 2 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്നവർക്ക് 2 പ്രീമിയം അടച്ചാൽ മതി. 4 ലക്ഷം രൂപയുടെ പോളിസി എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവർ 4 ലക്ഷം രൂപയുടെ പോളിസി എടുക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം ഇതാണ് അഷ്വേർഡ് സം ഓഫ് മണി. ഇത്രയുമാണ് ആ ഒരു പോളിസി എടുക്കുന്ന അഷ്വേർഡിന് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നത്. നമ്മൾ പോളിസി എടുക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എത്ര രൂപയാണ് കിട്ടുക. ഓക്കെ, ദ ഇൻഷുറൻസ് കമ്പനി എഗ്രീസ് to pay the assured sum of money on the happening of a specified event contingent on human life. നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട സ്പെസിഫൈഡ് ഇവൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതെന്തൊക്കെയാണ്? ഒന്നുകിൽ ഡെത്താണ്, അല്ലെങ്കിൽ ഇന്നബിലിറ്റി ടു ഡു വർക്ക്, ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരിക. അത് ഓൾഡ് ഏജ് കൊണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം മൂലമാകാം, അപകടം മൂലമാകാം, ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരിക. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഈ ഈവൻറ്റ് കണ്ടിൻജൻറ്റ് ഓൺ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇതൊന്നും സംഭവിച്ചില്ല, പീരീഡ് നമ്മൾ നിശ്ചിത വർഷത്തേക്കാണ് പോളിസി എടുക്കുക, അത്രയും വർഷം കഴിയുമ്പോൾ പോളിസി മച്ചുറാകും. ഓക്കെ, ഓൺ ദി ഓർ അറ്റ് ദി എക്സ്പയറി ഓഫ് എ സർട്ടൻ പീരിയഡ്. ലൈഫ് ഇൻഷുറൻസ് ഈസ് ഡിഫൈൻഡ് ആസ് എ കോൺട്രാക്ട് in which the insurer, in consideration of a certain premium, either in lump sum or by other periodical payments, agrees to pay to the assured or to the person for whose benefit the policy is taken the assured sum of money on the happening of a specified event contingent on the human life or at the expiry of a certain period. Next we can see the elements of life insurance. First one is the life insurance contract must have all the essentials of a valid contract. ഒരു കോൺട്രാക്റ്റിന് വേണ്ട എല്ലാ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസും ലൈഫ് ഇൻഷുറൻസിന് ഉണ്ടായിരിക്കണം. അതിനൊരു കൺസിഡറേഷൻ വേണം, നമ്മൾ പ്രീമിയം അടയ്ക്കുന്നുണ്ട്, ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് വേണം, 2 പാർട്ടീസും ദേ ഷുഡ് മ്യൂച്വൽ എഗ്രിമെൻറ്റിലായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇങ്ങനെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കോൺട്രാക്റ്റിന് വേണ്ട എല്ലാ കണ്ടീഷൻസും ലൈഫ് ഇൻഷുറൻസിന് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കോൺട്രാക്റ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. പരസ്പരം ഉത്തമ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു കോൺട്രാക്റ്റാണ് ലൈഫ് ഇൻഷുറൻസ്. ദ ഇൻഷുറർ, പോളിസി എടുക്കുന്ന ആൾ, ദേ ഷുഡ് ഡിസ്ക്ലോസ് ഓൾ ദ മെറ്റീരിയൽ ഫാക്ട്സ് ടു ദ ഇൻഷുറൻസ് കമ്പനി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു, അയാൾക്ക് സീരിയസ് ആയിട്ടുള്ള അസുഖമുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് പോളിസി എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ക്യാൻസറോ അത് എന്തെങ്കിലും കാര്യമായ അസുഖമുള്ള ഒരു വ്യക്തി ഈ അസുഖമുള്ള വിവരം മറച്ചു വെച്ച് പോളിസി എടുത്താൽ, ഈ പോളിസി മച്ചുറാകുമ്പോൾ ഇദ്ദേഹം മരിച്ചു പോയാൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഈ ക്ലെയിം റിജക്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് മറച്ചു വയ്ക്കാൻ പാടില്ല. ഓൾ മെറ്റീരിയൽ ഫാക്ട്സ്, ആ ഇൻഷുറൻസിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്റ്റും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഇതുപോലെ തന്നെയാണ് ഇൻഷുറൻസ് കമ്പനി, ദേ ഷുഡ് ഡിസ്ക്ലോസ് ഓൾ ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഇൻഷുറൻസ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് പൂർണ്ണമായും വെളിപ്പെടുത്തിയിരിക്കണം. അത് നമ്മുടെ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ലെറ്റർ, അതിൻ്റെ ഒരു ഫോമുണ്ട്. ഫോമിൽ മുഴുവൻ ടേംസ് ആൻഡ് കണ്ടീഷൻസും വിശദമായിട്ട് കമ്പനി സ്പെസിഫൈ ചെയ്യും. ഓക്കെ, so this is a second element. The third one is that in life insurance, the insured must have insurable interest. In the life assured, insurable interest ഉണ്ടായിരിക്കണം. ഓക്കെ, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എപ്പോഴാണ് ഉണ്ടാകേണ്ടത് എന്നാണ് നമ്മൾ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്താണ് എന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എപ്പോഴാണ് വേണ്ടത്? പോളിസി എടുക്കുന്ന സമയത്താണോ അതോ മച്യൂരിറ്റിയുടെ സമയത്താണോ? ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മസ്റ്റ് ബി പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് ദ പോളിസി. പോളിസി എടുക്കുന്ന സമയത്താണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് നെസസറി അറ്റ് ദ ടൈം ഓഫ് മച്യൂരിറ്റി. മച്യൂരിറ്റിയിൽ അത് വേണമെന്ന് നിർബന്ധമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പവഴി പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു കണ്ടീഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം, എന്താണ്? ജീവൻ ഉണ്ടായിരിക്കണം, അല്ലേ? ആൾ ലൈവായിരിക്കണം, ലൈഫ് ഉണ്ടായിരിക്കണം. പോളിസി എടുക്കുന്ന സമയത്ത് മരിച്ച ഒരാളുടെ പേരിൽ പോളിസി എടുക്കാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേരിലേ നമുക്ക് പോളിസി എടുക്കാൻ പറ്റും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളായിരിക്കണം എന്ന ഒരു കണ്ടീഷനുണ്ട്. പക്ഷേ മച്യൂരിറ്റി ആകുമ്പോഴോ നമ്മൾ ഡെത്ത് ബെനിഫിറ്റുള്ള ഒരു പോളിസിയാണ്. ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചുപോയി. ഇനി മച്യൂരിറ്റിയുടെ സമയത്ത് ഇയാൾക്ക് ലൈഫുണ്ട്, ജീവൻ ഉണ്ടായിരിക്കണം എന്ന് പറയാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോളിസിയുടെ ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ ജീവൻ ഉണ്ടായിരിക്കണമെന്ന ഈ കണ്ടീഷൻ, അതാണ് അവിടെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. നമ്മുടെ ലൈഫാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. അത് മച്യൂരിറ്റിയുടെ സമയത്ത് നിർബന്ധമില്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് നെസസറി അറ്റ് ദ ടൈം ഓഫ് മച്യൂരിറ്റി. ഇപ്പോൾ മറന്നു പോകണ്ട, ഇൻ ലൈഫ് ഇൻഷുറൻസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മസ്റ്റ് ബി പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് ദ പോളിസി. പോളിസി എടുക്കുന്ന സമയത്ത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. മച്യൂരിറ്റി ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഈസ് നോട്ട് എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി. ഇതൊരു നഷ്ടപരിഹാര പോളിസി അല്ല. കാരണം എന്താണ്? ഒരു ലൈഫ്, അതിൻ്റെ മൂല്യം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. നമുക്ക് ഇത്ര രൂപയുടെ നഷ്ടം വന്നു, ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇത്ര രൂപയുടെ നഷ്ടം വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി. അപ്പം നഷ്ടപരിഹാരം എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ മീനിങ് പറഞ്ഞില്ലേ, സം അഷ്വേർഡ്. പോളിസി എടുക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുററും എഗ്രി ചെയ്യുന്നത് ഒരു സം അഷ്വേർഡ് ആണ് എഗ്രി ചെയ്യുന്നത്. ആ സം അഷ്വേർഡ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 1 ലക്ഷം രൂപയുടെ പോളിസി ആണെങ്കിൽ 1000 രൂപയായിരിക്കും പ്രീമിയം അടയ്ക്കേണ്ടത് മാസം. 2 ലക്ഷം രൂപയുടെ പോളിസി ആണെങ്കിൽ 2000 രൂപ അടയ്ക്കണം. 4 ലക്ഷം രൂപയുടെ പോളിസി ആണെങ്കിലോ 4000 രൂപ അടയ്ക്കണം. ഈ പ്രീമിയം അടയ്ക്കാനുള്ള ഒരാളുടെ കപ്പാസിറ്റി അനുസരിച്ച് സം അഷ്വേർഡ് എത്ര കൂടുതൽ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഒരാളുടെ പേരിൽ എത്ര ലൈഫ് ഇൻഷുറൻസ് പോളിസി വേണമെങ്കിലും എടുക്കാം. പ്രീമിയം അടയ്ക്കാനുള്ള ഒരാളുടെ കപ്പാസിറ്റിയാണ് ഈ സം അഷ്വേർഡ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു നഷ്ടപരിഹാര പോളിസി അല്ല. സോ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡംനിറ്റി ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ലൈഫ് ഇൻഷുറൻസ്. നമ്മൾ നേരത്തെ പഠിച്ചു ലൈഫ് പ്രിൻസിപ്പിൾസ്, ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ്. അതിലൊരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡംനിറ്റി. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡംനിറ്റി ലൈഫ് ഇൻഷുറൻസിന് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ്, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്. ഇപ്പോൾ ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് പോളിസി എന്ന് നോക്കാം. പോളിസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് റിട്ടൺ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ദ ഇൻഷുർഡ് എലോങ് വിത്ത് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഇൻഷുറൻസ്. ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം പറഞ്ഞ് ഇൻഷുററും ഇൻഷുർഡും സൈൻ ചെയ്തിരിക്കുന്ന ഒരു റിട്ടൺ കോൺട്രാക്റ്റിനെയാണ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്. ഒന്നാമത്തേത് ഹോൾ ലൈഫ് പോളിസി. ഹോൾ ലൈഫ് പോളിസി, ഇതിൽ സം അഷ്വേർഡ് ഈസ് പേയബിൾ ഓൺലി ഓൺ ദി ഡെത്ത് ഓഫ് ദി അഷ്വേർഡ്. ഒരു ഹോൾ ലൈഫ് പോളിസിയിൽ സം അഷ്വേർഡിൻ്റെ മരണപ്പെട്ടാൽ മാത്രമേ ഈ സം അഷ്വേർഡ് മച്യൂർ ആകുള്ളൂ, എമൗണ്ട് പേ ആകുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയുടെ പേരിൽ അയാൾ 65 വയസ്സ് വരെ ഉള്ള ഒരു പോളിസിയാണ്. അപ്പോൾ 65 വയസ്സിനുള്ളിൽ മരണപ്പെട്ടാൽ ഹിസ് ലീഗൽ ഹെയർസ് വിൽ ഗെറ്റ് ദ സം അഷ്വേർഡ്. ഓക്കെ, ലീഗൽ ഹെയർസിന് സം അഷ്വേർഡ് കിട്ടും. ഇതിൻ്റെ പ്രീമിയം ഫിക്സ്ഡ് ആണ്.
അതുപോലെ ഈ പ്രീമിയം പേ ചെയ്യുന്നത് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഇയേഴ്സിലാണ്. 65 വയസ്സ് വരെയും പ്രീമിയം അടയ്ക്കേണ്ട. ഓക്കെ, നമ്മൾ സർക്കാർ ജീവനക്കാരൊക്കെ ആണെങ്കിൽ 56 വയസ്സാകുമ്പോൾ റിട്ടയർ ആകും. അപ്പോൾ ഒരു 55 വയസ്സ് വരെ പ്രീമിയം അടച്ചാൽ മതി. തുടർന്ന് 10 വർഷം കൂടി അതിൻ്റെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കിട്ടും. 65 വയസ്സിനുള്ളിൽ മരണപ്പെട്ടാൽ ലീഗൽ ഹെയേഴ്സിന് എമൗണ്ട് പേ ചെയ്യും. ഇത് 10 ലക്ഷം രൂപയ്ക്കും 25 ലക്ഷത്തിനോ 50 ലക്ഷത്തിനോ ഒക്കെയാണ് പോളിസി എടുക്കുക. 1 കോടിക്കൊക്കെയാണ് പോളിസി എടുക്കുക. അതിൻ്റെ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രീമിയം അടയ്ക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ചാണ്. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തേത് ഹോൾ ലൈഫ് പോളിസി. ദെൻ സെക്കൻഡ് ഈസ് എൻഡോമെൻറ്റ് ലൈഫ് അഷുറൻസ് പോളിസി. The amount becomes payable either on the death of the assured or attaining a particular age, whichever is earlier. ഇത്തരം പോളിസികൾ എടുക്കുന്നത് നമ്മൾ ഒരു 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വർഷത്തേക്ക് അല്ലെങ്കിൽ 20 വർഷത്തേക്ക് ഒക്കെയാണ് പോളിസി എടുക്കുന്നത്. ഈ പോളിസി പീരീഡിൽ പൂർണ്ണമായും നമ്മൾ പ്രീമിയം അടയ്ക്കണം. ഓക്കെ, ഇനി ആ പോളിസി പീരീഡിനുള്ളിൽ ഒരു 15 വർഷത്തെ പോളിസി ആണെങ്കിൽ 15 വർഷത്തിനുള്ളിൽ ഈ പോളിസി ഹോൾഡർ മരണപ്പെടുകയാണെങ്കിൽ ആ പോളിസി മച്ചുറാകും. ഇനി ഇയാൾ 15 വർഷം കഴിഞ്ഞും ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ മച്യൂരിറ്റി പീരീഡ് 15 വർഷമാണ്. 15 വർഷം കഴിയുമ്പോൾ പോളിസി മച്ചുറാകും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഓക്കെ, ഇതൊരു ഇൻഷുറൻസ്, ഒരേ സമയം ഇൻഷുറൻസുമാണ്, അതായത് പ്രൊട്ടക്ഷനുണ്ട്, അത് ഡെത്ത് ബെനിഫിറ്റ് ഉണ്ട്, അതായത് മരണപ്പെട്ടു പോയാൽ ലീഗൽ ഹെയേഴ്സിന് എമൗണ്ട് കിട്ടും. ഇപ്പോൾ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതേസമയം ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അതിൻ്റെ ബോണസ് അടക്കം അത് തിരിച്ച് കിട്ടും. 15 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ അത് ബോണസ് അടക്കം നമുക്ക് തിരിച്ച് കിട്ടും. ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഓക്കെ, ഇത് ഇൻവെസ്റ്റ്മെൻറ്റാണ്, അതുപോലെ ഇൻഷുറൻസ് ആണ്. അതുപോലെ ഇതൊരു ടാക്സ് സേവിംഗ് ആണ്. ഇൻകം ടാക്സിൽ കുറയ്ക്കാൻ കഴിയും. നമുക്ക് ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലെസ് ചെയ്യാൻ കഴിയും. 3 പ്രത്യേകതകൾ ഈ എൻഡോമെൻറ്റ് എല്ലാ ഇൻഷുറൻസ് പോളിസികൾക്കും ഉണ്ട്. പക്ഷേ എൻഡോമെൻറ്റ് പോളിസി ഒരേ സമയം ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ്. ഓക്കെ, മെയിനായിട്ട് ലൈഫ് ഇൻഷുറൻസിൽ എൻഡോമെൻറ്റ് പോളിസീസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമാണ്, അതേസമയം ഇൻഷുറൻസ് പ്രൊട്ടക്ഷനും ഉണ്ട്. ഓക്കെ, ഇറ്റ് ഓഫേഴ്സ് ബോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ. ദെൻ നെക്സ്റ്റ്, ജോയിൻറ്റ് ലൈഫ് പോളിസി. ജോയിൻറ്റ് ലൈഫ് പോളിസി എടുക്കുന്നത് 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളുടെ പേര് ജോയിൻ്റ് ആയിട്ട് ഇൻഷുർ ചെയ്ത് എടുക്കുന്ന പോളിസിയാണ് ജോയിൻറ്റ് ലൈഫ് പോളിസി. ഫോർ എക്സാമ്പിൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ക്യാൻ ഇൻഷുർ ദെയർ ലൈഫ് ജോയിൻ്റ്ലി. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യയും ഭർത്താവും പരസ്പരം അവരുടെ 2 പേരുടെയും ലൈഫ് ഇൻഷുർ ചെയ്ത് ഒറ്റ പോളിസി എടുക്കാം. അപ്പോൾ ഈ പോളിസി മച്ചുറാകുന്നത് നമ്മൾ എൻഡോമെൻറ്റ് പോളിസി പോലെ തന്നെ ഇതിൽ ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ പോളിസി ദ സം അഷ്വർഡ് ബിക്കംസ് പേബിൾ ഓൺ ദി ഡെത്ത് ഓഫ് എനി വൺ ഓഫ് ദി ഇൻഷുർഡ്. ഇതിൽ ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ മറ്റ് സർവൈവർക്ക് ഈ സം അഷ്വേർഡ് പേ ചെയ്യും. ഇനി 2 പേരും മരിക്കുന്നില്ലെങ്കിലോ മച്യൂരിറ്റി ആകുമ്പോൾ പേ ചെയ്യും. ഓക്കെ, പ്രീമിയം വളരെ ചീപ്പറാണ്. പിന്നെ പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. എന്താണ് പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്? പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ജോയിൻ്റ്, അതായത് ഒരാൾ മരിച്ചു, സാമ്പത്തികമായിട്ടുള്ള ഒരു നമുക്ക് സഹായം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് സം അഷ്വേർഡ് കിട്ടുന്നതോടെ ഒരു സാമ്പത്തിക ബാധ്യതയില്ലാതെ നമുക്ക് കഴിയും. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ദേ ക്യാൻ ജോയിൻ്റ്ലി ഇൻഷുർ ദെയർ ലൈഫ്സ്. ഹസ്ബൻഡ് മരിച്ചാൽ ഭാര്യയ്ക്ക് സം അഷ്വേർഡ് കിട്ടും, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് സം അഷ്വേർഡ് കിട്ടും. 2 പേരും മരിക്കണമെന്നില്ല, ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ സർവൈവർക്ക് അതിൻ്റെ സം അഷ്വേർഡ് കിട്ടുന്ന തരത്തിലുള്ള പോളിസിയാണ്. ഇതേപോലെ നമ്മൾ പാർട്ട്ണർഷിപ്പ് പഠിച്ചിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ പാർട്ട്നേഴ്സിൻ്റെ ലൈഫ് ജോയിൻ്റ് ആയിട്ട് ഇൻഷുർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ പാർട്ട്നേഴ്സ് ഒരു 3 അല്ലെങ്കിൽ 5 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 5 പേരിൽ ഒരാൾ മരിച്ചു പോയാൽ ആ മരിച്ചുപോയ പാർട്ട്ണറുടെ ഷെയർ എല്ലാം അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഒരാൾ മരിച്ചുപോയി, അപ്പോൾ ബിസിനസ്സിൽ നിന്ന് വലിയൊരു എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ പെട്ടെന്ന് കഴിയണമെന്നില്ല. കാരണം എല്ലാം ക്യാഷായിട്ട് വെച്ചിരിക്കുകയല്ലോ. ഒക്കെ നമ്മൾ ബിൽഡിംഗ് ആയിട്ടും മെഷീനറി ആയിട്ടും സ്റ്റോക്കായിട്ടും ഒക്കെയാണുള്ളത്. അപ്പോൾ ഇത് സാമ്പത്തികമായി ബിസിനസ്സിന് വലിയൊരു ബുദ്ധിമുട്ട് വരും എമൗണ്ട് കൊടുക്കാൻ. പക്ഷേ മരണം എന്നത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ഒന്നല്ല. നമ്മൾ എപ്പം മരിക്കുമെന്നോ മരിക്കില്ല എന്നോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല.
അപ്പോൾ ഈ ജോയിൻറ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ട്നേഴ്സിൻ്റെ എല്ലാവരുടെയും ലൈഫ് ഇൻഷുർ ചെയ്തുകൊണ്ട് ഒരു ജോയിൻറ്റ് ലൈഫ് പോളിസി ആ ഫേം എടുക്കുന്നു. ആ ഫേം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പാർട്ട്ണർ മരണപ്പെട്ടാൽ ഈ പോളിസി മച്ചുറായി എമൗണ്ട് പാർട്ട്ണർഷിപ്പിലേക്ക് കിട്ടും. ദെൻ ദാറ്റ് എമൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ പേയിങ് ദി ഡ്യൂസ് ഓഫ് ദി ഡിസീസ്ഡ് പാർട്ട്ണർ. മരണപ്പെട്ട പാർട്ട്ണറുടെ ഡ്യൂസ് പേ ചെയ്യാൻ ഉപയോഗിക്കാം. ഇപ്പോൾ 2 എക്സാമ്പിൾസ് പറഞ്ഞു. ജോയിൻറ്റ് ലൈഫ് പോളിസി, ഒന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ക്യാൻ ഇൻഷുർ ദെയർ ലൈഫ്സ് ജോയിൻ്റ്ലി, മറ്റൊന്ന് പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സിൻ്റെ ലൈഫ് ഇൻഷുർ ചെയ്യാം, ജോയിൻറ്റ് ലൈഫ് പോളിസി എടുക്കാം. ഓക്കെ. ദെൻ തേർഡ്, ആന്യൂറ്റി പോളിസി. ഇപ്പോൾ ഒരാൾ മരിക്കുന്നില്ല, നമ്മൾ ഇതുവരെ ഡെത്ത് ബെനിഫിറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഡെത്ത് പോട്ടെ, ഒരാൾ മരിക്കുന്നില്ല, അവർ 100 വയസ്സ് വരെ അല്ലെങ്കിൽ 110 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നീണ്ട കാലം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അതും ഒരു റിസ്ക്കാണ്. എന്താണ് റിസ്ക്? നമുക്ക് സന്തോഷമുള്ള കാര്യം ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നമുക്ക് സാമ്പത്തികം വേണം. മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കണം എന്ന ഒരു താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അയാൾ വരുമാനമുള്ള ഒരു സമയത്ത് തന്നെ, ഓക്കെ, നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വി ക്യാൻ ടേക്ക് ആൻ ആന്യൂറ്റി പോളിസി. ഈ ആന്യൂറ്റി പോളിസി sum assured will be payable after the insured attains a particular age in installments. അതായത് ഇൻഷുറർ ഒരു പർട്ടിക്കുലർ ഏജ് എത്തുമ്പോൾ, 60 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 65 വയസ്സായി കഴിയുമ്പോൾ പിന്നീടുള്ള മാസങ്ങളിൽ ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഈ സം അഷ്വേർഡ് ഇൻഷുറർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അത് നമുക്ക് ഇൻഷുറൻസിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ടേം നമുക്ക് ഡിസൈഡ് ചെയ്യാം. മന്ത്ലി വേണമെങ്കിൽ മന്ത്ലി കിട്ടും, ക്വാർട്ടർലി വേണമെങ്കിൽ ക്വാർട്ടർലി, അല്ലെങ്കിൽ ഹാഫ് ഇയർലി, 6 മാസത്തിലൊരിക്കൽ മതിയെങ്കിൽ അങ്ങനെ, വർഷത്തിലൊരിക്കൽ മതിയെങ്കിൽ അങ്ങനെ നമുക്ക് ആന്യൂറ്റിയുടെ ഡ്യൂറേഷൻ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയും. ഓക്കെ. ഇൻസ്റ്റാൾമെൻ്റായിട്ട് പെൻഷൻ കിട്ടുന്നത് പോലെ, പെൻഷൻ പ്ലാൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അങ്ങനെയും ഇത് അറിയപ്പെടും, ആന്യൂറ്റി പോളിസി. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പെൻഷൻ പ്ലാൻസ്. ഓക്കെ. സം അഷ്വേർഡ് ഈസ് പേയബിൾ ആഫ്റ്റർ ദ ഇൻഷുർഡ് അറ്റൈൻസ് എ പർട്ടിക്കുലർ ഏജ്. പ്രീമിയം നമ്മൾ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ 55 വയസ്സ് വരെയൊക്കെ പ്രീമിയം അടയ്ക്കണം. ദെൻ നെക്സ്റ്റ്, ചിൽഡ്രൻസ് എൻഡോമെൻറ്റ് പോളിസി. കുട്ടികളുടെ ലൈഫ്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ ലൈഫ് ഇൻഷുർ ചെയ്തുകൊണ്ട് ഒരു പോളിസി എടുക്കാം. ഇതെന്തിനു വേണ്ടിയായിരിക്കും? ആ കുട്ടി പ്രായപൂർത്തിയായി വരുമ്പോൾ പഠിപ്പിക്കാൻ ചിലവുണ്ട്, വിവാഹം കഴിക്കാൻ ചിലവുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിലവുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചിൽഡ്രൻസ് എൻഡോമെൻറ്റ് പോളിസി എടുക്കുന്നത്. ഓക്കെ. ദിസ് പോളിസി ഈസ് ടേക്കൺ ഫോർ ദ എഡ്യൂക്കേഷൻ ഓർ മാരേജ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ. ഇനി അതിൻ്റെ പ്രീമിയം അടയ്ക്കേണ്ടത് പേരൻ്റ് ആണ്. പ്രീമിയം അടയ്ക്കേണ്ടത് ഇൻ കേസ് പേരൻ്റ് ഡൈസ്, പേരൻ്റ് മരിച്ചു പോവുകയാണെങ്കിൽ പ്രീമിയം പിന്നീട് അടയ്ക്കേണ്ടതില്ല. പിന്നീട് പോളിസി സം അഷ്വേർഡ് കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനി വിൽ പേ ദ സം അഷ്വേർഡ്. Okay, so these are the different types of insurance policies. ഇത് കൂടാതെ ചിലപ്പോൾ മറ്റ് പോളിസികൾ, നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റ് നോക്കിയാൽ മറ്റ് ചില പേരുകളിലും പോളിസികൾ ഉണ്ടാവും. സോ please write these notes, listen this video class, okay, and you can comment also. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ക്ലാസ് ശ്രദ്ധിച്ച് കണ്ട് പഠിക്കുക, നോട്ട് എഴുതുക. ഓക്കെ. താങ്ക് യു ഫോർ ലിസണിങ് ദിസ് ക്ലാസ്.